അമ്മേൻ്റെ ആദ്യത്തെ പേരക്കുട്ടി അത്. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ, മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും നാളിതാ. അമ്മേൻ്റെ ആദ്യത്തെ പേരക്കുട്ടി അത്. എൻ്റെ രേണുമോള്, ഉണ്ണി, ചിത്ര, 3 മക്കള്. അവരെല്ലാവരും കുട്ടിക്കാലം തൊട്ടുള്ള ഡ്രസ്സുകളാണ്. ചെറുത്ത് 28 തൊട്ടുള്ള ഇത്രയും വലുതായത് വരെ ഉണ്ട് എൻ്റെ അടുത്ത്. അത്രയും ഡ്രസ്സുകളുണ്ട്. അതിനകത്ത് എൻ്റെ പൊന്നുമോളത്, എൻ്റെ മുത്തുമണീൻ്റെ, എൻ്റെ സ്വത്തിൻ്റെ. അമ്മ അങ്ങനെ പറഞ്ഞ അപ്പം അമ്മേൻ്റെ കണ്ണെന്ന് അറിയൂ കേട്ടോ. ഞങ്ങളെ കയ്യിലൊന്നും സ്നേഹം കൊണ്ടാണ്. അപ്പം കുട്ടികളെ കാണുമ്പോൾ നമുക്കുണ്ടാവുമല്ലോ ഒരു സന്തോഷം. ആ കുട്ടിക്കാലം ഓർക്കും നമ്മൾ. ആ ചെറിയ ഡ്രസ്സ് വരുമ്പോൾ എൻ്റെ കയ്യിലേക്കാണ് ഞാൻ നോക്കുക. എൻ്റെ മക്കൾ എങ്ങനെയാണ് എൻ്റെ കയ്യിൽ കിടന്നിരുന്നത്, എങ്ങനെയാണ് ഞാൻ നോക്കിയത് എന്നുള്ളത് അപ്പം ഞാൻ ആലോചിക്കും. അപ്പം അമ്മയ്ക്ക് സങ്കടം വരും. അപ്പം ആ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ. ആ, കാണിച്ചു കൊടുക്കാം. അപ്പോൾ എന്ത് ഞാൻ വിചാരിക്കുക, എൻ്റെ കുട്ടികളെ എനിക്കിപ്പോൾ കാണണം എന്നൊരു തോന്നില്ല. പക്ഷെ ആ സമയത്ത് ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ മോളും എത്തും, അല്ലെങ്കിൽ ഫോൺ വിളിക്കും. ആ ഫോൺ വിളിയോടുകൂടി ആ ശബ്ദം കേൾക്കുമ്പോൾ ഒരു സന്തോഷമാവും. പിന്നെ അമ്മ ഇങ്ങനെ ഓർമ്മ വരുമ്പോ പഴയ ഡ്രസ്സും പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കും. എൻ്റെ കയ്യിലൊന്നും ഇല്ലട്ടോ എൻ്റെ പഴയ കുട്ടിക്കാലത്ത്. മമ്മിയുടെ അടുത്തും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അമ്മേൻ്റെ അടുത്താണ് എല്ലാം ഉള്ളത്. ഞാനൊക്കെ എടുത്ത് വെക്കും. ഒന്നും അങ്ങനെ നാശാക്കില്ല. എനിക്കിഷ്ടമല്ല അത്. അങ്ങനെ മക്കളുടെ ഡ്രസ്സ് നാശാക്കി കളയുന്നില്ല. മമ്മിയുടെ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് സമയത്തുള്ള പട്ടുപാവാട, അതിൻ്റെ എല്ലാം ചിത്ത, ഉണ്ണീൻ്റെത്, പിന്നെ രേണുമോളത്, എല്ലാവരും ഡ്രസ്സുണ്ട് ചെറിയ കുട്ടിക്കാലം തൊട്ട്. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങളെ ശല്യപ്പെടുത്താനായിട്ട് ഒരാളിങ്ങനെ പുറകെ കൂടിയിട്ടുണ്ട് കേട്ടോ. എവിടെ ക്യാമറ വെച്ചാലും അവൻ മുമ്പിൽ വരും. ഞാൻ ആളെ കാണിച്ചു തരാം. ദാ, ഇത് എൻ്റെ മാമൻ്റെ മോനാണ്, പാപ്പി. പൂ പറിക്കരുത് കേട്ടോ, പൂ പറിക്കല്ലേ കേട്ടോ. ആ, മോൻ്റെ അച്ഛനാത്. കൊച്ചു ആനു, അച്ഛൻ, അമ്മ. പാതിരാവുകൾ മായുമ്പോഴും തനിച്ചേ മനസ്സിൻ ചില്ലയും ചായമേകിയോ എന്നാദ്യമായി കലാമണ്ഡലത്തിൽ അമ്മക്ക് ഞാൻ തന്ന ഫോട്ടോയില് ഇത്. ഇതൊക്കെ അമ്മയുടെ സ്വന്തം പൂക്കളാണ്. കുറെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. അരുതേ കനവേ ഇനി മായരുതേ, എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. എന്നോമൽ നിധിയല്ലേ. എൻ്റെ അമ്മമ്മ എവിടെ പോവുകയാണെങ്കിലും ചെരുപ്പിടാറില്ല. പണ്ടേയുള്ള ശീലമാണ്. അമ്മമ്മയ്ക്ക് പകരം ദേ പാപ്പി നല്ല വലിയ ചെരുപ്പിട്ട് നടക്കണം കേട്ടോ. ഇത് അപ്പു. ഇവനെ ഞങ്ങൾക്ക് കിട്ടിയത്
ഞാനും വിഷ്ണുവിനോട് ഒരു തവണ സൈക്കിൾ ഓടിച്ച് പോണ സമയത്ത് ഒരു കുഞ്ഞി പട്ടിക്കുട്ടി ഞങ്ങളെ വീട് വരെ ഫോളോ ചെയ്തു. അവനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല കേട്ടോ. ഞങ്ങൾ എന്ത് ചെയ്തു, അവനെ എടുത്തിട്ട് നേരെ അമ്മമ്മയ്ക്ക് കൊടുത്തു. അവൻ ഇത്രയും വലുതായി.